നമസ്കാരം, ബ്രൈറ്റ് മൈൻഡ് മാത്സിലേക്ക് സ്വാഗതം. ഈ വീഡിയോയിൽ എക്സസൈസ് 9.2-ലെ 10ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ വായിക്കാം. എ കമ്പനി പാക്കേജസ് ഇറ്റ്സ് മിൽക്ക് പൗഡർ ഇൻ സിലിണ്ടറിക്കൽ കണ്ടെയ്നർ whose base has a diameter of 14 centimeter and a height 20 centimeter. A company places a label around the surface of the container as shown in the figure. If the label is placed 2 centimeter from top and bottom, what is the area of the label? What is the area of the label? ഇവിടെ ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുള്ളത് ഒരു പിക്ചർ തന്നിട്ടുണ്ട്. മിൽക്ക് പൗഡറിന്റെ കണ്ടെയ്നറിന്റെ പിക്ചർ തന്നിട്ടുണ്ട്. അതിന്റെ പുറമേ കൂടെ അതിന്റെ സെന്ററിലൂടെ ഒരു ലേബൽ ഒട്ടിച്ചിട്ടുണ്ട്. ഈ കണ്ടെയ്നറിന്റെ പുറമേ കൂടെ ഒരു ലേബൽ ഒട്ടിച്ചിട്ടുണ്ട്. നമ്മൾക്കറിയാം ലേബൽ അധിക പ്രോഡക്റ്റിന്റെ കണ്ടെയ്നറിന്റെ പുറത്തേ കൂടെ ലേബൽ ഉണ്ടായിരിക്കും. അവിടെ അതിന്റെ പ്രൈസ്, അതുണ്ടാക്കാൻ ഉപയോഗിക്കുന്ന ക്വാണ്ടിറ്റി, അങ്ങനെ പലതും അവിടെ ഒട്ടിച്ചിട്ടുണ്ടാവാം. സോ അതൊക്കെ എഴുതിയിട്ടുള്ള ഒരു ലേബൽ ഉണ്ടാവും, അല്ലെങ്കിൽ അതിന്റെ നെയിം. സോ ഇവിടെ അതുപോലെ തന്നെ ഒരു ലേബൽ ഉണ്ട്. ആ ലേബൽ ഇതിന് ചുറ്റും, അതായത് ഇതൊരു സിലിണ്ടറിക്കൽ കണ്ടെയ്നർ ആണ്, അതുകൊണ്ട് തന്നെ ഇത് ഒട്ടിച്ചതും ഒരു സിലിണ്ടറിക്കൽ ഷേപ്പിൽ തന്നെയാണ് ഈ ലേബലും വരുന്നത്. അപ്പോൾ ഈ ഒട്ടിച്ച ലേബലിന്റെ ഏരിയ കണ്ടുപിടിക്കാനാണ് പറയുന്നത്. അപ്പോൾ ഈ ലേബലിന്റെ ഏരിയ കണ്ടുപിടിക്കാൻ ഏത് ഇക്വേഷൻ നമ്മൾക്ക് യൂസ് ചെയ്യാം? ഇതൊരു സിലിണ്ടറിക്കൽ ഷേപ്പിലാണ് ഈ ഒരു ലേബൽ ഇവിടെ വരുന്നത്. കാരണം അത് ഒട്ടിച്ചത് റൗണ്ട് ആയിട്ടാണ്, കർവ്ഡ് ആയിട്ടാണ് ഒട്ടിച്ചിട്ടുള്ളത്. ഈ ഒരു കണ്ടെയ്നറിന് പുറത്ത് ചുറ്റുമായിട്ടാണ് ഒട്ടിച്ചത്, അതുകൊണ്ട് തന്നെ ഇതൊരു കർവ്ഡ് ഷേപ്പിലാണ്. സോ ഇതൊരു സിലിണ്ടറിന്റെ ഏരിയ കാണാനുള്ള ഇക്വേഷൻ തന്നെയാണ് ഈ ഒരു ലേബലിന്റെ ഏരിയ കാണാനും ഉപയോഗിക്കുന്നത്. സോ ഈ ലേബലിന്റെ ഏരിയ കാണാൻ നമ്മൾ ഏതാണ് സിലിണ്ടറിന്റെ ഏരിയ കാണാൻ ഉപയോഗിക്കുന്ന ഇക്വേഷൻ ഏതായിരിക്കും? 2πr h. അത് തന്നെയാണ് ഇവിടെ ലേബലിന്റെ ഏരിയ കാണാനും ഉപയോഗിക്കുന്ന ഇക്വേഷൻ. സോ എന്തൊക്കെ നമ്മൾക്ക് തന്നിട്ടുണ്ട്? ഇവിടെ ഡയമീറ്റർ തന്നിട്ടുണ്ട്. ഈ ഒരു കണ്ടെയ്നറിന്റെ ഡയമീറ്റർ തന്നിട്ടുണ്ട് 14 സെന്റിമീറ്റർ. ഡി ഈസ് ഈക്വൽ ടു 14 സെന്റിമീറ്റർ ആൻഡ് ഹൈറ്റ് ഈസ് ഈക്വൽ ടു 20 സെന്റിമീറ്റർ. ഏതിൻ്റെയാണ് ഹൈറ്റ് പറഞ്ഞിട്ടുള്ളത്? കണ്ടെയ്നറിന്റെ ഹൈറ്റ് ആണ് പറഞ്ഞിട്ടുള്ളത്. നമ്മൾക്ക് കണ്ടെയ്നറിന്റെ ഏരിയ അല്ല ആവശ്യം, ലേബലിന്റെ ഏരിയ ആണ് ആവശ്യം. സോ ലേബലിന്റെ ഹൈറ്റ് ആണ് ഇവിടെ ആവശ്യമായി വരുന്നത്. ലേബലിന്റെ ഹൈറ്റിന് ഒരു കാര്യം കൂടെ പറഞ്ഞിട്ടുണ്ട്. ലേബൽ ഒട്ടിച്ചിരിക്കുന്നത് എവിടെ, എത്ര സ്പേസ് വിട്ടിട്ടാണ്? 2 സെന്റിമീറ്റർ കണ്ടെയ്നറിന്റെ ടോപ്പിൽ നിന്ന് 2 സെന്റിമീറ്റർ താഴേക്കും, അതുപോലെ തന്നെ ബോട്ടത്തിൽ നിന്ന് 2 സെന്റിമീറ്റർ ഒഴിവാക്കി സെന്ററിലേക്കുമായിട്ടാണ് ഇത് ഒട്ടിച്ചു വെച്ചിട്ടുള്ളത്. താഴെ നിന്ന് 2 സെന്റിമീറ്റർ ഒഴിവാക്കി, അതുപോലെ തന്നെ ടോപ്പിൽ നിന്നും 2 സെന്റിമീറ്റർ ഒഴിവാക്കി വരുന്ന ഏരിയയിലാണ്, ഈ സ്പേസിലാണ് ഈ ഒരു ലേബൽ ഒട്ടിച്ചു വെച്ചിട്ടുള്ളത്. സോ ഇതിന്റെ ഏരിയ കാണണമെങ്കിൽ നമ്മൾക്ക് എന്ത് കിട്ടണം? ലേബലിന്റെ ഹൈറ്റ് ആവശ്യമാണ്. അപ്പോൾ ഹൈറ്റ് h ഈസ് ഈക്വൽ ടു, ലേബലിന്റെ ഹൈറ്റ് ആണ് വേണ്ടത്. ലേബലിന്റെ ഹൈറ്റ് h ഈസ് ഈക്വൽ ടു 20 മൈനസ്, അതായത് കണ്ടെയ്നറിന്റെ ഹൈറ്റ് 20 ആണ്. 20യിൽ നിന്ന് ഏത് മൈനസ് ചെയ്യണം? ടോപ്പിൽ നിന്നും 2 സെന്റിമീറ്റർ ഒഴിവാക്കണം. കണ്ടെയ്നറിന്റെ ടോപ്പിൽ നിന്നും 2 സെന്റിമീറ്റർ ഒഴിവാക്കണം, അതുപോലെ തന്നെ ബോട്ടത്തിൽ നിന്നും 2 സെന്റിമീറ്റർ ഒഴിവാക്കണം. അതാണ് ലേബലിന്റെ ഹൈറ്റ് എന്ന് പറയുന്നത്. സോ 20 മൈനസ് 2 ഈസ് 18. 18 മൈനസ് 2 ഈസ് 16. സോ 16 സെന്റിമീറ്റർ ആണ് ലേബലിന്റെ ഹൈറ്റ് വരുന്നത്. ദെൻ റേഡിയസ് കണ്ടുപിടിക്കണം. റേഡിയസ് എന്താണ്? ലേബലിന്റെ റേഡിയസ് എന്തായിരിക്കും? കണ്ടെയ്നറിന്റെ ഡയമീറ്റർ 14 സെന്റിമീറ്റർ ആണ്, അത് തന്നെയാണ് ലേബലിന്റെ ഡയമീറ്ററും കൂടെ വരുന്നത്. സോ ഡി ഈസ് ഈക്വൽ ടു 14 centimeter. Therefore, radius r is equal to 14 divided by 2 centimeter. That's equal to 7 centimeter. Radius equal to 7 centimeter.
Then ഇനി area of label. ലേബലിന്റെ ഏരിയ ആണ് കണ്ടുപിടിക്കേണ്ടത്. Area of label is equal to area of label is equal to 2 pi r h. 2 pi r h. വാല്യൂ സപ്ലൈ ചെയ്യാം. 2 into പൈയുടെ വാല്യൂ ഏതാ യൂസ് ചെയ്യാറ്? 22 divided by 7 into radius. R is equal to 7 centimeter into height. Height 16 centimeter. That's equal to 7 വെട്ടിപ്പോവും. Then 2 into 22 is 44. 44 into 16. 44 into 16. 6 into 4 is 24. 2 is carrying. 6 into 4 is 24 plus 2 is 26. 1 into 4, 4. Then 1 into 4, 4. 4. 6 plus 4 is 10. 1 carrying. 1 plus 2, 3. 3 plus 4, 7. That's equal to 704 centimeter square. ഏരിയ ആണ് സെന്റിമീറ്റർ സ്ക്വയറിലാണ്. ഇവിടെ സെന്റിമീറ്ററിലാണ് യൂണിറ്റ് തന്നത്. റേഡിയസിന്റെ 7 centimeter into height 6 centimeter. So answer is 704 centimeter square. ഇതാണ് ആൻസർ വരുന്നത്. സോ ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. നെക്സ്റ്റ് ക്ലാസ്സിൽ അടുത്ത സെക്ഷനുമായിട്ട് നമ്മൾക്ക് വരാം. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. താങ്ക് യു.